പ്രിയമുള്ളവരെ, ഇന്നലെ കോൺഗ്രസിന്റെ ഒരു നേതാവ് പറഞ്ഞത് യൂസഫ് അലി ബിജെപിയുടെ ചാരനാണ്. കോൺഗ്രസിന്റെ ഭൂരിഭാഗം നേതാക്കന്മാർക്കെല്ലാം ഇത് അറിയാമെന്നാ പറയുന്നത്, ആരും പുറത്തു പറയുന്നില്ല. പ്രധാനപ്പെട്ട മാധ്യമങ്ങളിലൊക്കെ ഈ ഇന്നലത്തെ ഈ ന്യൂസായിട്ട് ഇത് വന്നിട്ടുണ്ട്. യൂസഫ് അലി നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും അടുത്ത അനുയായിയാണ്. കേരളത്തിൽ ബിജെപിയുടെ ചാരനായിട്ട് പ്രവർത്തിക്കുന്നത് യൂസഫ് അലിയാണെന്ന്. കോൺഗ്രസിന്റെ ആ നേതാവിനെ തിരുവനന്തപുരത്ത് തോപ്പിക്കാനായിട്ട് അവിടെ എല്ലാ ആൾക്കാരുടെ അടുത്തും ജമാഅത്ത് കമ്മിറ്റികൾ വിളിച്ച് യൂസഫ് അലി പറഞ്ഞെന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്യണമെന്ന്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്താൽ എങ്ങനെയാണ് യൂസഫ് അലി ബിജെപിയുടെ ചാരനാവുന്നതെന്ന് മനസ്സിലാവുന്നില്ല. പുള്ളി അതിൽ പറയുന്നുണ്ട് കേട്ടോ, ബിജെപി വരാതിരിക്കാൻ കമ്മ്യൂണിസ്റ്റിന് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞെന്ന് പറയുന്നുണ്ട്. എന്തായിരുന്നാലും ഈ ആരോപണത്തോട് കോൺഗ്രസിന്റെ നേതാക്കന്മാർ യോജിക്കുന്നുണ്ടോ എന്ന് അറിയത്തില്ല കേട്ടോ. ഈ പറഞ്ഞ ആരോപണം കോൺഗ്രസിന്റെ മറ്റു നേതാക്കന്മാർ അതേപടി അംഗീകരിക്കുന്നുണ്ടോ എന്ന് അറിയത്തില്ല. എന്തായിരുന്നാലും നല്ല വർത്തമാനമല്ല ഈ നേതാവിൽ നിന്നും ഉണ്ടായത് എന്നാണ് പറയാനുള്ളത്. ലോകത്തെമ്പാടും ഒരുപാട് ആൾക്കാർ ആരാധിക്കുന്ന ഒരു മനുഷ്യനാണ് യൂസഫ് അലി. ഒരു പാർട്ടിയുടെ വക്താവല്ല അദ്ദേഹം. അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിൽ 2 വർഷം പണിയത് ഒരു എക്സ്പീരിയൻസ് എനിക്കുമുണ്ട്. അതുകൊണ്ട് പറയുകയാണ്, അങ്ങനെ ഒരു മതക്കാരെടുത്തോ ഒരു രാഷ്ട്രീയ പാർട്ടിയെടുത്തോ ഒരു ചായ്വുള്ളൊരു മനുഷ്യനല്ല. ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. ഒരുപാട് കാലം അദ്ദേഹത്തിന് ദീർഘായുസ്സോടെ ജീവിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതുകൊണ്ട് കോൺഗ്രസ് നേതാക്കന്മാർക്ക് പറയാനുള്ളത്, പുള്ളി ഒരിക്കലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വക്താവല്ല. അതാദ്യം മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ, വീണ്ടും കാണാം.